തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ, ത്രസിപ്പിക്കുന്ന ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കെ. ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി 3 മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം പാലക്കാട് നിന്നും സച്ചിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സച്ചിൻ, ഈ 35 ദിവസത്തോളം നീണ്ട പ്രചരണങ്ങൾ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വാശിയേറിയ മത്സരങ്ങൾ സമ്മേളിച്ച നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് എങ്ങനെയാണ് കൂട്ടലുകളും കിഴിക്കലുകളും? ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അജിംഷാദ്, പാലക്കാട് മണിക്കൂറുകൾ മാത്രമാണ് ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ബലം അറിയാനുള്ളത്. നിലവിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30 വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. രാവിലെ ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. 5 ടേബിളുകളിലായിട്ടാണ് പോസ്റ്റൽ വോട്ട് എണ്ണുക. 14 റൗണ്ടുകളിലാണ് ബാലറ്റുകൾ എണ്ണാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. 14 ടേബിളുകളിലായി 14 റൗണ്ട് ബാലറ്റുകൾ എണ്ണും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബലങ്ങൾ, അതായത് പാലക്കാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ബലങ്ങൾ മണിക്കൂറുകൾക്കകം പുറത്തു വരും. 1,37,302 വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1,94,706 വോട്ടർമാരായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. 70.51% പോളിംഗാണ് പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ പാലക്കാട് നഗരസഭ, പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ മുന്നണികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ നാളെ വോട്ടെണ്ണലോടുകൂടി അറിയാൻ വേണ്ടി സാധിക്കും. 3 മുന്നണി സ്ഥാനാർത്ഥികളും വൻപിച്ച വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ അടക്കം 3 പേരും 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യം തന്നെയാണ് പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെ മുന്നണി നേതാക്കളും സമാനമായ രീതിയിൽ തന്നെ വലിയ ഭൂരിപക്ഷമൊന്നും ഒരു മുന്നണിയിലെയും നേതാക്കൾ അവകാശപ്പെട്ടിട്ടില്ല. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന അവകാശവാദമാണ് പാലക്കാട്ടെ എല്ലാ മുന്നണി നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് 35 ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. തുടക്കം UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ വിവാദമാണ് പാലക്കാട് ആദ്യം UDFനെ പ്രതിസന്ധിയിലാക്കിയത്. പിന്നീട് വ്യാജമദ്യ സ്പിരിറ്റൊഴുക്ക്, കത്ത് വിവാദം, അതേപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന വിഷയം, BJPയിലും UDFിലും കള്ള വോട്ട് ചേർത്തതിൻ്റെ പ്രശ്നങ്ങൾ, അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ 35 ദിവസത്തെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് മറുപടി പറയുക എന്ന കാര്യമാണ് നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണലോടുകൂടെ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു. ജനങ്ങളുടെ അന്തിമ വിധി എന്ത് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അജിംഷാദ് ബാക്കി. തീർച്ചയായും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്.